സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து, காதல் தான் கண்ணெடுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ഇതെന്താ രാവിലെ തന്നെ ഇങ്ങനത്തെ സ്വപ്നം? ഓരോന്ന് ആലോചിച്ചോട്ട് കിടന്നുകൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കാം. അച്ചു അച്ചു നീ വന്നോ മോനെ? നീ ഇന്നലെ എവിടെയായിരുന്നു ഇന്ദ്ര? രാവിലെ ഞാൻ മുറി പോയി നോക്കി, മോനെ കണ്ടില്ലല്ലോ. മോൻ ഇന്നലെ എവിടെയാ കിടന്നേ? മുത്തശ്ശൻ, ഞാൻ കിച്ചുനെ കാണാൻ പോയായിരുന്നു. ഞാൻ ഇന്നലെ അവൻ്റെ അടുത്തായിരുന്നു. രാവിലെ ഇന്ന് എണീറ്റ് പോന്നു. അവൻ രാവിലെ പള്ളിയിലും എന്തൊക്കെ പോയിരിക്കുക, അവിടുത്തെ അമ്മച്ചിയായിട്ട്. അല്ല, എല്ലാരും ഇവിടെ ഇല്ലേ? എല്ലാരും ഇവിടെ ഉണ്ട്. ആദമ, കാശി അവരൊക്കെ മുറിയിലുണ്ട്. അക്കി ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ കുറച്ചു മുമ്പേ പോയി നോക്കി, നല്ല ഉറക്കവാ, വയ്യാന്ന് തോന്നുന്നു. പിന്നെ അച്ചുമായി രാവിലെ എന്തോ അത്യാവശ്യമുണ്ട് മുത്തശ്ശ, ഒന്ന് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. മറ്റേ ചെറുക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു, അവന്റെ കൂട്ടുകാരൻ വിഷ്ണുവും അലക്സ് അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് വിളിച്ചോണ്ട് പോയത്. എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. ദേവമ്മ? ദേവയും രാവിലെ ഓഫീസിൽ പോയി. രണ്ടുപേരും ഏതോ കേസിന്റെ പുറകിൽ എന്തോന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. എടാ, നീ എത്ര ദിവസമായി മോനെ ലീവ് എടുക്കുന്നത്? നീ ഓഫീസിൽ ചെല്ല്. ദേവയ്ക്ക് ഒട്ടും വയ്യ. അവ എല്ലാം മതിയാക്കി പോകുന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. അകിക്കും വയ്യെന്നാ തോന്നുന്നത്. ഇങ്ങനെ നിങ്ങൾ എല്ലാരും കൂടെ ഒത്ത് ലീവ് എടുത്തു കഴിഞ്ഞാൽ കഞ്ചിയൂടി മുട്ടും ലാസ്റ്റ്. പറഞ്ഞില്ല എന്ന് കണ്ട. ഇന്ദ്ര, നീ എപ്പോ എത്തി? നീ ഇന്നലെ കിച്ചൻ്റെ അടുത്തായിരുന്നോ? മുത്തൻ ഫുഡ് കഴിച്ചായിരുന്നോ? ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ല മോനെ, കഞ്ഞി കുടിച്ചായിരുന്നു. രാവിലെ കഞ്ഞി ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോ ഉണ്ടാക്കി തന്നായിരുന്നു. അച്ചു, ഇന്ദ്ര, അച്ഛനെ കണ്ടോ? അച്ഛനെ കണ്ടോ? എടാ അവൻ കൊല്ലാനാ പോയെ. എനിക്കിപ്പോ അവനെ കാണണം. നിങ്ങൾ വിളിച്ചേ? കൊല്ലാനാ? ആരെ കൊല്ലാൻ? ഗേട്ടൻ തോന്നുന്നു ഉറക്കത്തിൽ സ്വപ്നം കണ്ട. എല്ലാതന്നെ സ്വപ്നം കണ്ടതാ മുത്തശ്ശ. ഇന്ദ്ര സ്വപ്നമൊന്നുമല്ല. അവൻ ഇന്ന് കൊല്ലാൻ പോകുന്നു പറഞ്ഞതാ. നിങ്ങളാരും എന്താ അവനെ തടയത്തെ? മാറ്, ഞാൻ പോയി നോക്കട്ടെ അവൻ എവിടെയാന്ന്. അഗിയേട്ടാ, അതൊന്നുമില്ല മുത്തശ്ശ. എന്തോ സ്വപ്നം കണ്ടേണ്ട. ഇന്ദ്ര, നീ അഗിയേട്ടനെ വിളിച്ചോണ്ട് റൂമിലോട്ടോ. ഈ പിള്ളേർക്കൊക്കെ ഇതെന്താ പറ്റിയ? എന്താ ഗേട്ടൻ്റെ ഉദ്ദേശം? എല്ലാം കൂടെ മുത്തശ്ശന് മുമ്പേ വിളിച്ചു പറയാൻ പോയതാണോ? മണ്ടത്രം കാണിക്കില്ല ഗേട്ടാ. ഗേട്ടൻ്റെ അച്ഛൻ പുണ്യാളഞ്ഞൊന്നുമല്ലല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. ശരിയാ,
വിഷമം കാണും. പക്ഷെ അച്ഛന് സ്വാഭാവിക മരണം അല്ലാതെ ആരെങ്കിലും കൊല്ലുന്നതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് തന്നെ അവനും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കിയോട്ടം കാരണം ഇപ്പം എല്ലാവരും എല്ലാം അറിഞ്ഞാനെ. ഓ, അപ്പം എല്ലാവരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ഉണ്ട് അല്ലേ നിങ്ങളുടെ ഇടയിൽ? അല്ല, ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. അഗ്ഗിയോടും ആദമിനോടും ഇന്ദ്രയോടും. ഞാൻ നിങ്ങളുടെ ചേട്ടൻ തന്നെയല്ലേ? ഈ നിൽക്കുന്നതും നിങ്ങളുടെ ഇച്ഛായനും ചേട്ടനൊക്കെ തന്നെയല്ലേ? ഞങ്ങളെ രണ്ടുപേരെയും അല്ലാതെ നോക്കുത്തികളായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളോടും പറയാം. അനിയന്മാർ തന്നെ അങ്ങ് പരിഹരിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലേ മുട്ടിപ്പോവും. അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം. എല്ലാം ഇന്ദ്രയുടെ ലൈഫ് തൊട്ട്, ഐ മീൻ ഇന്ദ്രയുടെ പാസ്റ്റ് എന്താണെന്ന് തൊട്ട് പറയാൻ പറ്റുമോ? അതോ ഇനിയും ചേട്ടന്മാരെ പൊട്ടനാക്കാന്നാണോ രണ്ടുപേരും വിചാരം? ഐ മീൻ നിങ്ങളുടെ വിചാരം? പൊട്ടനാക്കിയതല്ല സിദ്ധുവേട്ടാ. പറയത്തക്ക ഒന്നുമില്ലാന്ന് തോന്നിപ്പോയി. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരുമായിട്ട് ഒന്നും അറിയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാം അറിയണം. എൻ്റെ പാസ്റ്റ് തൊട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വരെ നിങ്ങൾ അറിയണം. അച്ചു എവിടെ പോയിരിക്കുന്നതെന്നും എന്തിനും അഗി ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നതെന്നും അഗി അച്ചും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും എല്ലാം നിങ്ങൾ അറിയണം. ഞാൻ പറയാം. അച്ചു, നീ പറഞ്ഞതനുസരിച്ച് ഇന്നലെ ഋഷി അർജുൻ്റെ മൊബൈൽ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അർജുനും ഫിദയും കൂടെ ഇന്നലെ ഒരു ഹോട്ടലിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഋഷി പോയിട്ടുണ്ടായിരുന്നു. അവരുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ ഇരുന്നത്. അവരുടെ പ്ലാൻ വേറൊന്നുമല്ല, കിച്ചു തട്ടിക്കൊണ്ടുപോകും. കിച്ചു വഴി, അതായത് ഫിദയ്ക്ക് വേണ്ടത് ആദമിനെയും അർജുന് വേണ്ടത് ഇന്ദ്രനെയാണ്. കിച്ചു തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലും. ഐ മീൻ നീ അവിടെ ചെല്ലും. നിന്നെ വീഴ്ത്താൻ കിച്ചു മതിയെന്ന അവർ സംസാരിച്ചത്. ഏതായാലും അവരുടെ പ്ലാൻ കിഡ്നാപ്പിങ് തന്നെയാണ്. അതും കിച്ചുവിനെ. കിച്ചു പള്ളിയിൽ പോയിട്ട് വീട്ടിൽ പോയായിരുന്നല്ലോ അല്ലേ? നിന്നെ വിളിച്ചായിരുന്നു അങ്കിതേ? വിളിച്ചേ. അവ സേഫാ, അവർ വീട്ടിൽ എത്തി. ഉച്ചയായി. ഇനിയും എനിക്ക് 3:30 ആകുമ്പോൾ മീറ്റിംഗ് ഉള്ളതാ. വാസുദേവ ശങ്കറുമായിട്ട് AK ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ്. വിഷ്ണു സത്യേട്ടന് എന്തോ പറ്റിയെന്ന് പറഞ്ഞു. വിഷ്ണു വന്നില്ലേ? അവൻ വിളിച്ചായിരുന്നോ? ഞാനിവിടെ ഉണ്ടോ? ഇപ്പൊ വന്നേ ഉള്ളൂ. നീ അങ്ങേരെ തട്ടാൻ പോകുന്നില്ലേ വാസുദേവ ശങ്കറിനെ? എന്തിനാണ് ഒരു ഫോർമാലിറ്റി മീറ്റിംഗ് ഒക്കെ? സംസാരിക്കുന്നതൊക്കെ എന്തിനാ? ആദമിനെ പോലെ പോയി കാച്ചിട്ടിങ്ങ് വരണം. അതാ ആദമിൻ്റെ സ്റ്റൈല്. അവനൊന്നും പറയത്തില്ല. പോവുക, കൊല്ലുക, തിരിച്ചു വരിക. പക്ഷേ എൻ്റെ അപ്പം പറഞ്ഞിട്ടുള്ളത്, ഐ മീൻ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, ആദ്യം സംസാരിക്കുക, അത് കഴിഞ്ഞ് സമാധാനത്തിൽ സംസാരിച്ച് നോക്കുക. ഇത് പിന്നെ ഇവിടെ സംസാരിച്ച് നോക്കേണ്ട ആവശ്യമില്ല. സംസാരിച്ചില്ലെങ്കിലും അങ്ങേരെ ഞാൻ കൊല്ലും. പിന്നെ എന്നാലും ചുമ്മാ പഠിപ്പിച്ച രീതി അങ്ങ് തെറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അല്ല, നീന്ത നേരെ ഇങ്ങോട്ട് സത്യേട്ടന് വയ്യെന്ന് പറഞ്ഞു. സത്യം പറ വിഷ്ണു, സത്യേട്ടന് നീയായിട്ട് എന്തെങ്കിലും പ്രശ്നമായോ? അതൊന്നുമില്ലടാ. അത് ചെറിയൊരു കത്തിക്കുത്ത്, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പോയില്ലേ? അതിനുശേഷം എന്താ ഇവള് അന്ന എന്നോട് പറഞ്ഞത്, അവിടെ പോയതിനു ശേഷം ചേട്ടനോട് ചോദിക്കാൻ. ഞാൻ ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ വള്ളി പുള്ളി തെറ്റാൻ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏതായാലും ചേട്ടൻ ഇന്ദ്രനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചേട്ടനും അവന് ചെയ്യണമെന്നും, ഐ മീൻ അവനോട് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത് എന്നോട് പറഞ്ഞതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു. എനിക്കെന്തോ ടെമ്പർ തെറ്റി കണ്ണാടി അവിടെ ഇരിക്കുകയെന്നടാ. അടുത്ത് പൊട്ടിച്ച് കുത്തി കയറ്റി കൊടുത്തു. ഇപ്പൊ ഹോസ്പിറ്റലില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ണു പറഞ്ഞ എന്നെ തന്നെ ആദ്യം വിളിച്ച വിഷ്ണു എന്ന്. വേറെ ഒരു കുഴപ്പമില്ല. അല്ല, നമ്മുടെ പ്ലാൻ എന്താ? അർജുന്റെ പ്ലാൻ എന്താ? അവന് വെറുതെ വിടരുത്. അവനിതൊക്കെ അറിയാം. എന്നിട്ട് ആ പാവത്തിന് പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയല്ലേടാ ഇപ്പോഴും. എന്റെ ദൈവമേ, ഒരുപാട് സൈക്കോളുടെ ഇടയിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. അല്ല, ഈ വാസുദേവ ശങ്കറുമായിട്ടുള്ള മീറ്റിംഗ് എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ മീറ്റിംഗ് ഇപ്പൊ തന്നെ 2 o'clock കഴിഞ്ഞു. വാസുദേവ ശങ്കറിന്റെ കാര്യം എന്തായാലും നമ്മൾ ഉറപ്പിച്ച കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഐ മീൻ അർജുന്റെ പ്ലാൻ എന്താ? ഇനി എങ്ങാനും കിച്ചുവിനെ
കിഡ്നാപ്പ് ചെയ്താൽ അത് നമുക്ക് ഇരട്ടി പണിയാവത്തില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. ആവും. ഇരട്ടിപ്പണിയാവാതെ നമ്മൾ നോക്കണം, അല്ലാതെ നമ്മൾ കാണാനല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഐ തിങ്ക് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ കിഡ്നാപ്പിനുള്ള പരിപാടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. കാരണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ അവനും അമ്മച്ചിയും മാത്രമാണ് പള്ളിയിൽ പോയത്. അവനെ അപ്പോഴേ കിഡ്നാപ്പ് ചെയ്യാം. ആൻഡ് അർജുൻ്റെ ഒരു സ്വഭാവം വെച്ച്, അതായത് ഇപ്പോൾ ജോണും അലക്സി ചായനും ഋഷിയും കണ്ടുപിടിച്ചത് വെച്ച് ഫുൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അർജുൻ ഇന്ദിരയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. ഒരുമാതിരി ഒരു തരം ഒബ്സിഷൻ അങ്ങനെയും പറയാം, ഭ്രാന്ത് അങ്ങനെയും പറയാം. അതുകൊണ്ട് കിച്ചുവിനെ അവൻ്റെ കൈ കിട്ടി അവൻ കൊല്ലാനും മടിക്കില്ല. സോ അവൻ്റെ പ്ലാൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അവൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഗെയിം കിടക്കട്ടെ. അതിനകത്ത് ചെറിയ ചെറിയ മിനുക്ക് പണികൾ നമ്മൾ ചെയ്താൽ മതി. അന്ന് അവനൊന്നും ചെയ്തില്ലെങ്കിലും ഇന്ദ്രനെ ഉപദ്രവിച്ചവരെയൊക്കെ ഭസ്മം പോലും ഇല്ലാതെ അവൻ ഇല്ലാതാക്കി. ഇനി അത് ഉറപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഏതായാലും അവന്മാരാ ഇന്ദ്രനെ ഉപദ്രവിച്ചെന്നും അവന്മാരെ കൊന്നത് അർജുനാണെന്നും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതിനി ആരവായിന്ന് അറിയണമെന്നും എനിക്കറിയാം. അതൊക്കെ വാസുദേവ ശങ്കർ എന്നെ പറയും. അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ഇതൊക്കെ അറിയാമായിരുന്നെന്നും മനഃപൂർവ്വം മറച്ചു വെച്ചതാണെന്നും പിന്നെ ഇന്ദിരയോടുള്ള അവൻ്റെ അപ്രോച്ച് അല്ലെങ്കിൽ അവൻ്റെ വികാരം വെറും അനിയനോടുള്ളതല്ലെന്നും എല്ലാം ഇന്ദിര അറിയണം. അതിന് ഈ കിഡ്നാപ്പ് നടക്കണം. പക്ഷേ എൻ്റെ അനിയനൊരു പോറൽ ഏൽക്കാനും പാടില്ല. റിസ്കി പ്രോസസ്സാണ്. പക്ഷേ ഈ പ്രോസസ്സ് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. നോക്കാം. ദൈവം നമ്മുടെ കൂടെ ആണെങ്കിൽ ഈ കളിയിൽ നമ്മൾ തന്നെ ജയിക്കും. ഇല്ലെങ്കിൽ മേ ബി തോറ്റേക്കാം. ഒരു ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ തോൽവിയും ചെയ്യുകയൊക്കെ സഹജം തന്നെയാണ്. പക്ഷേ ജയിക്കേണ്ടടുത്ത് ആരെ കൊന്നിട്ടായാലും ജയിക്കുക തന്നെ വേണം. അപ്പം ഞാൻ ഇറങ്ങുക. എൻ്റെ കൂടെ ഋഷി മാത്രം വന്നാൽ മതി. നിങ്ങളിവിടെ തന്നെ നിൽക്ക് സേഫായിട്ട്. ഇച്ചായ, ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അതിനൊരു മാറ്റമില്ല. അങ്ങനെ തന്നെ നടക്കണം. അപ്പം ശരി, ഞാൻ ഇറങ്ങാം. അതെന്താ ഇച്ചായ പ്ലാൻ? അവനെന്താന്ന് ഞങ്ങളോട് പറയാത്തെ? എല്ലാ കാര്യവും പറഞ്ഞിട്ട് ഇത് മാത്രം എന്താ പറയാത്തെ? എല്ലാ കാര്യവും പറഞ്ഞിട്ട് അവ ഇത് മാത്രം പറയാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാണത്തില്ലേ വിഷ്ണു? അത് തന്നെ. ജോണേ, നീ വാ. കമ്പനിയെ കുറച്ച് സ്റ്റോക്കിൻ്റെ കാര്യവും കുറച്ച് ഫയൽസ് ഒക്കെ നോക്കാണ്ട്. നിങ്ങൾ രണ്ടും നേരെ വീട്ടിലോട്ട് വിട്ടോ, സേഫായിട്ട്. പിന്നെ ആ സത്യയെ പോയി നോക്കറാ. ഒന്നുമില്ലെങ്കിൽ നിന്റെ ചേട്ടനല്ലേ. ചേട്ടനായാലും അച്ഛനായാലും കയ്യിരിപ്പ് നല്ലതല്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറത്തൊന്നും കൊടുക്കും. ഇന്ദ്ര, ഇച്ചായ, ഞാൻ പറഞ്ഞില്ല ഇച്ചായ എന്തോ ഉണ്ടെന്ന്. ഇതൊന്നും അവൻ നമ്മളോട് പറഞ്ഞില്ല. എനിക്കങ്ങ് ചത്താ മതി. ഞാനൊന്നും ഒരു നല്ല ചേട്ടനെ അല്ലടാ. എന്തായാലും സിറ്റുവേഷൻ വിഷമം, അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ കൈ പിടിച്ച് താങ്ങാൻ പറ്റുന്ന ഞാനൊക്കെ. സിദ്ധു, കരയാതെ. എന്നാൽ എന്താ മോനെ നീ കാണിച്ചേ? ഒന്നും ആരോട് പറയാണ്ട്. എന്നാലും വാസുദേവച്ചനാണോ ശിവച്ചനെ കൊന്നത്? അനുസൻ, ഈ ചേട്ടൻ അത്രയ്ക്കും മണ്ടനാന്ന് വിചാരിച്ചല്ലേ നീ? ഇബ്രാഹിം പോട്ടെ, സക്രിയ ജോൺ എന്റെയും കൂടെ അപ്പനല്ലേടാ. എല്ലാം എന്നോട് പറയായിരുന്നു. കൊല്ലാനാണെങ്കിലും തിന്നാനാണെങ്കിലും ഞാൻ കൂടെ നിൽക്കില്ല. അതൊന്ന് അറിയാം. ഒപ്പനും എല്ലാരും പോയിട്ടും ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. തെറ്റ് തന്നെയാ, എന്റെ തെറ്റ് തന്നെയാ.
കർത്താവ് പോലും പൊറുക്കാത്ത തന്നെ എന്റെ പിള്ളേരെടുത്ത് ഞാൻ ചെയ്തത്. എവിടെയായിരുന്നടാ? എന്തെന്നും പറഞ്ഞായിരുന്നു മുമ്പ്. പണ്ട് കളഞ്ഞിട്ട് പോയിട്ട് ഇപ്പൊ ഏട്ടനാന്നുള്ള ബന്ധവും പറഞ്ഞു വരാൻ പേടിയായിരുന്നു. അംഗീകരിച്ചില്ലെങ്കിലും ഒന്ന് പേടിയായിരുന്നടാ. ഇച്ചായ എന്തൊക്കെയാ പറയുന്നേ? ആര് കളഞ്ഞിട്ട് പോയെന്ന്? നിങ്ങളെന്താ ദേവമ്മയുടെ കൂടെ പോയിട്ട് ഞങ്ങളെ നോക്കിയിട്ടില്ലേ? അന്ന് കണ്ടിട്ടില്ലേ? പറയുന്നതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ? പിന്നെ എന്താ കൂടെ വന്ന് നിൽക്കുന്നതാണോ സ്നേഹം? അല്ല, ഒന്നുമില്ലെങ്കിലും ഒന്നും വാങ്ങി തന്നില്ലെങ്കിലും എന്നും കൂടെ ഉണ്ടായിരുന്നാൽ മതി ചായ. അത് നിങ്ങൾ ചെയ്തില്ലേ? അതും നിങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ആദമും ആൽവിയും ഇന്ന് നിങ്ങൾ എങ്ങനെയല്ല വെറുക്കേണ്ടത്. ഞങ്ങൾ നിങ്ങളെ വെറുത്തിട്ടോ ശപിച്ചിട്ടോ ഇല്ല. ഞങ്ങൾ രണ്ടുപേരെയും മരണം വരെ നിങ്ങൾ തന്നെയായിരിക്കും ഞങ്ങളുടെ ഇച്ഛായ. പിന്നെ അവൻ്റെ കാര്യം, അന്ന് അവൻ്റെ മാനസികാവസ്ഥ അതൊക്കെയായിരുന്നു, ആരോടും പറയാൻ പറ്റാത്തത്. എനിക്കൊഴിച്ച്, അർജുനേട്ടനൊഴിച്ച് വേറെ ആർക്കും ഇതൊന്നും അറിയത്തില്ല. വാസുവച്ചൻ ചാവേണ്ട തന്നെയാണ്. അത് അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ. അച്ഛനെ കൊല്ലാനായിട്ട് മകന് എന്നെ അർഹത. അതിന് ആരായാലും, അത് എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയില്ല അർജുനെ, അവൻ ഈ ലോകത്തെ എല്ലാവരെക്കാളും വലുത് അവൻ്റെ അച്ഛനാണ്. അതിനുവേണ്ടി അവൻ അതിൻ്റെ ഇടയിൽ കയറി വന്ന അച്ഛൻ്റെ സ്വഭാവത്തിന് അർജുനെയും കൊല്ലും. ഞാൻ പറഞ്ഞത്, എനിക്ക് ആരും വേണ്ട, എനിക്ക് ആരും ഇല്ലായിരുന്നു. പക്ഷെ അച്ഛൻ എനിക്ക് വേണം. എന്തിനാ അവനെ നഷ്ടപ്പെടുത്താൻ വയ്യ. അവനെ തിരിച്ച് വിളിക്കണ. ഒന്നും വേണ്ടെന്ന് പറ പ്ലീസ്ഡാ. അത് നിന്റെ കാലയും പിടിക്കാൻ അവനെ വിളിച്ചിട്ട് ഒന്നും വേണ്ടെന്ന് പറയണ. അവനെ വല്ല പറ്റിയ മരിച്ചു പോടാ. അവൻ വന്നതിന് ശേഷം ലൈഫ് എന്താന്ന്, ഇഷ്ടം എന്താന്ന്, സന്തോഷം എന്താന്നൊക്കെ അറിയുന്നത്. അതുവരെ സ്വന്തം ഇഷ്ടങ്ങളോ പോലും തുറന്നു പറയാണ്ട് മാറി നിന്നിട്ടേ ഉള്ളൂ. നോക്കീ, ഇവിടെ ആർക്കും ഉറപ്പില്ലെങ്കിലും, എനിക്കിന്ന് ഇന്ദ്രിയയ്ക്ക് ഉറപ്പില്ലെങ്കിലും, പോട്ടെ വേറെ ആർക്കും ഉറപ്പില്ലെങ്കിലും എനിക്കും ആൽവിക്കും ഉറപ്പാ, അച്ചു തിരിച്ചു വരും. പിന്നെ പോലീസ്, അവൻ്റെ രോമത്തിൽ പോലും അവന്മാർ തൊടത്തില്ല. ഇത് ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറയണമെങ്കിൽ എന്തെങ്കിലും കാണുമെന്ന് നിനക്കറിയാമല്ലോ. അച്ചുവിനെ അവന്മാർ തൊടാൻ പോകുന്നില്ല. കാരണം ഇതാദമ്മ പറയുന്നത്, നമ്മൾ ആരും അങ്ങോട്ട് പോണ്ട. അവൻ തന്നെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇങ്ങ് വരും. പിന്നെ അർജുന അതിൻ്റെ ഇടയിൽ കയറിയ അത് അയാളുടെ വിധി എന്നങ്ങ് എല്ലാവരും അങ്ങ് വിചാരിച്ചേക്ക്. അൽവി, നീ വാ. എന്നാലും ഇത് എന്തൊക്കെയാ മോനെ നടക്കുന്നത്? നമ്മുടെ കുടുംബത്തിന് മാത്രം എന്താണ് ഇങ്ങനെ? എത്ര പേരാ മരിച്ചത്? പണമൊന്നും വേണ്ടായിരുന്നു. പണം ഉണ്ടെങ്കിൽ ഒരിക്കലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലടാ. വേണ്ടപ്പെട്ട എല്ലാരും പോയി. വേണ്ടപ്പെട്ടവർ തന്നെയാ അവരെയൊക്കെ കൊന്നത്. കരണ്ടാക്കി ഒന്നുമില്ല. അവൻ തിരിച്ചു വരും. അവൻ നന്മ ഉള്ള കാര്യമാ മോനെ ചെയ്യുന്നത്, അല്ലാണ്ട് തെറ്റൊന്നുമല്ല. അതുകൊണ്ട് ഒരിക്കലും അവരൊന്നും പറ്റത്തില്ല. കരയാതെടാ, നമ്മളെല്ലാവരും ഒത്തു നിന്നാൽ തീരാന്നുള്ളതേ ഉള്ളൂ ഈ പ്രശ്നമൊക്കെ. അത് നമ്മൾ മുമ്പേ നിൽക്കണമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പ്രശ്നങ്ങൾ പോലും മനസ്സിലാക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും നമുക്കൊന്നും ഇതുവരെ സമയമില്ലായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. അച്ചു എന്നല്ല, ആർക്കെന്താവശ്യം വന്നാലും നമ്മളെല്ലാം ഒന്നിച്ച് തന്നെ നിൽക്കും. കാശി എവിടെ എന്തിനാ? അവന് ഇന്നലെ തൊട്ട് ഭയങ്കര തലവേദന എന്നാ ആദ്യം പറഞ്ഞത്. പാവം വയ്യായിരിക്കും. അവൻ
അവൻ വാസുദേവങ്ങള് അവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടു എന്നാ പറഞ്ഞേ, അവന്റെ ചെവി കൊണ്ട് തന്നെ. ആദ്യം പറഞ്ഞതാ, അറിയത്തില്ല. എല്ലാം ശരിയാവും. അഗി വാ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചായ എന്തോ ഉണ്ടെന്ന്. എൻ്റെ അനിയൻ്റെ കൂടെ ഇരുന്നൊന്ന് പോട്ടട, ഞാനുണ്ടെന്ന് പറയാൻ പോലും ഞാൻ ഇല്ലായിരുന്നു ചായ അവൻ്റെ കൂടെ. ഞാനൊക്കെ ഒരു ചേട്ടനാണ്, ചാവാൻ തോന്നാൻ പോയി. എന്നിട്ട് എല്ലാരും അറിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിച്ചായ ഞാൻ അറിഞ്ഞത് ചത്താ മതി. അങ്ങനെയൊന്നുമില്ല സിദ്ധു, നീ കരയാതെ. അവനല്ലാണ്ട് ആരാ നിന്നെ ഇത്രയും മനസ്സിലാക്കുക? അവന് വല്ല പരിഭവവും ദേഷ്യമുണ്ടോ? നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ കൂടെ നിൽക്കാത്തതിന് അകറ്റി നിർത്തിയന്. അവ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെയാടാ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊക്കെയോ മനുഷ്യരെന്ന് പറയുന്നത്. അവനെ നമ്മളെല്ലാരും ഒരുപാട് പറഞ്ഞു, പക്ഷെ അതിന് വല്ലതിനും അവ ഇപ്പൊ പരിഭവം പറഞ്ഞു. പോട്ടെ, തല്ലിയില്ലേ കിച്ചുവിന് വേണ്ടി. ഒരു മനുഷ്യായുധം മുഴുവൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത്. എന്നിട്ട് നമ്മളോട് ക്ഷമിച്ചില്ലേ? ഇതിക്കുള്ളിൽ എന്താണ് വേണ്ടത്? നീ കരയാതെ. ഒന്നുമില്ല, ഇനിയെങ്കിലും അനിയന്മാർക്ക് വേണ്ടി നിൽക്കണം, അല്ലെങ്കിൽ ഇനിയെങ്കിലും അവന്മാർക്ക് വേണ്ടി ജീവിക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. വരൂ 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 വരൂ, ഇരിക്കൂ. AK എന്ന് പറയുന്നത് നിങ്ങളാണോ? അല്ലല്ല, ഞാൻ സാറിൻ്റെ PA ആണ്. സാറ് ഇപ്പോൾ വരും, ഓൺ ദ വേ ആണ്. അവിടെ പരിചയക്കാരോ കണ്ടു, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഫ്യൂ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണേ, ഇപ്പോൾ വരും. ഓഫ് കോഴ്സ്, വൈ നോട്ട്? അതിനെന്താ, വെയിറ്റ് ചെയ്യാം. ഐ മീൻ AK സാർ വന്നിട്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്താൽ പോരെ? അല്ല, AK സാറിൻ്റെ PA എന്ന് പറയുമ്പോൾ നോ താങ്ക്സ്. ഐ മീൻ ഡ്രിങ്ക്സ് ആവാം, അത് സാറ് വന്നിട്ട് സാറിൻ്റെ ഒപ്പീനിയനും കൂടെ ചോദിച്ചിട്ട് മതി. പിന്നെ സാറിൻ്റെ PA എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ളൊരു ഇതൊന്നും വേണ്ട. നമ്മളിനി ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ? അല്ല, ഐ മീൻ പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ദേ സാറ് വരുന്നുണ്ട്. I need a gangster to love me better than all the others do, to always forgive me, ride or die with me. That's just what gangsters do. I'm fucked up, I'm black and blue, I'm built for all the abuse. I got secrets that nobody knows. I'm good on that pussy shit. I don't want what I can get. I want someone with secrets that nobody knows. I need a gangster to love me better than all the others do, to always forgive me, ride or die with me. That's just what gangsters do. My freakness is on the loose and running all over you. Please take me to places that nobody knows. You got me hooked up on the feeling. You got me hanging from the ceiling.
നീ എന്താ ഇവിടെ? ഡോ സ്റ്റാൻഡപ്പ്. ഇതാണോ താൻ പറഞ്ഞ തന്റെ AK സാറ്? ആ അതെന്തടാ നിനക്കെന്നെ കണ്ടിട്ട് ഏക്കയായിട്ട് തോന്നണില്ലേ? ഇരാ അവൻ്റെ ഒരു അമ്മയുടെ ഞാൻ പറയും നീ ഏക്കും കേടാ. ഞാൻ തന്നെയാണ് AK. അത് ഞാൻ പറയാതെ ഈ ലോകം അറിയത്തില്ല, മനസ്സിലായ? പിന്നെ കിച്ചു അല്ല ഞാൻ, അവന് മൂത്ത ഒരുത്തമുണ്ട്, അതാ. മനസ്സിലായല്ലോ? അവിടെ ഇരി ഋഷി, ഒരു 1/2 hour എനിക്കൊന്ന് സംസാരിക്കണം. എന്നിട്ട് അവൻ അടിക്കാൻ ഞാൻ സമയം കൊടുക്കും എന്നെ. അവൻ്റെ കൂടെ ഏതായാലും കുറച്ച് പേര് കാണുമല്ലോ, നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നടക്കാം. കൂടിപ്പോയാൽ 3:30, ഒരു 5:30 കാര്യങ്ങളൊക്കെ തീർക്കാം. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മോൻ. ഓക്കെ, വെയിറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാ വാസുദേവ ശങ്കർ, നമുക്ക് സംസാരിക്കല്ലേ? നീ എന്തിനാ എൻ്റെ അച്ഛനെ കൊന്നേ? ശിവപ്രസാദിനെ നീ എന്തിനാ കൊന്നേ? ഓ, അപ്പോ AK നീയാണ്. ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വിശ്വസിച്ചു നീ തന്നെയാണ് AK. അല്ലെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ സിംഹത്തിന്റെ മടയിലോട്ടൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കയറണോ മോനെ? AK ഞാനാണോ അല്ലേ അതിനിവിടെ പ്രസക്തിയില്ല. നീയും ഞാനും തമ്മിലുള്ള പ്രശ്നത്തിന് അതിനിവിടെ വാല്യൂ ഇല്ല. ഞാനിവിടെ വന്നത് AK ആയിട്ടല്ല, ശിവപ്രസാദിൻ്റെ മകനായിട്ടാണ്, അങ്കിത് ശിവപ്രസാദായിട്ട്. പിന്നെ ഈ സിംഹമടയിൽ ഒറ്റയ്ക്ക് വന്ന് കയറാൻ ആണുങ്ങൾക്കല്ലേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണമെങ്കിൽ ഞാൻ ആണാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? ആണിലുപരി ഞാൻ ശിവപ്രസാദിൻ്റെ മോനും കൂടെയാണ്. എൻ്റെ തന്തയുടെ രക്തത്തിൽ ഓടുന്ന പകുതി ഉഷിരെങ്കിലും എൻ്റെ ശരീരത്തിലും കാണത്തില്ലേ വാസുദേവ ശങ്കറെ? അപ്പോൾ പറഞ്ഞു വന്ന കാര്യം അതല്ല. ഇവിടെ AK ആണോ AK അല്ലേ, AK അച്ഛനാണോ അല്ലേ, അതിനൊന്നും ഒരു ഇല്ല. എനിക്കറിയേണ്ടത് നീ എന്തിനാ ആദമിൻ്റെ പേരിലുള്ള റിവോൾവർ എടുത്ത് എൻ്റെ അച്ഛനെ കൊന്നു? അന്ന് എൻ്റെ അനിയനുണ്ടായിരുന്നു കാളിദാസ് അച്ഛൻ്റെ കൂടെ. എന്തിനവൻ്റെ തലയടിച്ച് നീ പൊട്ടിച്ചു? എല്ലാം പോട്ടെ, നീ അച്ഛനെ കൊല്ലാനുള്ള കാരണം എന്താ? എന്തായാലും ഞാൻ നിന്നെ കൊല്ലും. നീ ചത്ത് മലക്കുന്നതിന് മുമ്പേ അതങ്ങ് അറിയണമെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. കാരണം എൻ്റെ അറിവിൽ എൻ്റെ തന്ത ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അങ്ങനെ ദ്രോഹം ചെയ്യാൻ മാത്രം ഒന്നും എൻ്റെ തന്ത കാണിച്ചിട്ടുമില്ല. പിന്നെ ശിവപ്രസാദ് എന്ന മാഫിയ ഡോണിനെ നിനക്കറിയില്ല. മേ ബി നിനക്കറിയായിരിക്കാം. ശിവപ്രസാദ് എന്ന നിൻ്റെ, അതായത് വാസുദേവ ശങ്കറിൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ. AK ആരാന്ന് നീ ചോദിച്ചില്ലേ? AK എന്ന കമ്പനി പറഞ്ഞുതരാം. AK അങ്കിത് ശിവപ്രസാദ്, K കാളിദാസ് കാശിനാഥ്. ഇതിൽ ഈ Kയിൽ കാളിദാസിന് മാത്രമേ ഇത് ഞങ്ങളുടെ കമ്പനിയാണെന്നറിയാവൂ. കാശിയേട്ടൻ അറിയത്തില്ല. കാരണം ഇത് അച്ഛനിട്ട പേരാ, അച്ഛൻ തുടങ്ങി വെച്ച കമ്പനിയാണ്. ശരിയാ, എൻ്റെ അച്ഛൻ ചേട്ടയാ. ഇല്ലീഗൽ ബിസിനസ്സും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് AK കമ്പനി ചെയ്യുന്നത്. അത് ഞങ്ങളുടെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണ്. ഞങ്ങളായിട്ടത് അവസാനിപ്പിക്കണമെന്ന് അച്ഛന് ഞങ്ങൾ കൊടുത്ത വാക്കാണ്, ഇല്ലെങ്കിൽ എൻ്റെ അനിയൻ കൊടുത്ത വാക്കാണ്. അച്ഛൻ മരിക്കുന്ന സമയത്തിന് അവൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നീ അങ്ങ് ഷൂട്ട് ചെയ്തിട്ട് പോയി. എൻ്റെ അനിയൻ നിന്നെ കണ്ടതുമില്ല. അവന് ബോധമില്ലായിരുന്നല്ലോ, നീ അവൻ്റെ തലയ്ക്കടിച്ചിട്ടേക്കല്ലേ. ശരി പോട്ടെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ അച്ഛന് ഇത്തിരി ജീവനുള്ളപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അനിയനോട് പറഞ്ഞതാ AK എന്ന കമ്പനിയും ഡാനിയൽ അങ്കിളിനെ കുറിച്ച്. അങ്ങനെയാണ് ഞാൻ AK ആയത്. ഞാനെന്നല്ല, ഞങ്ങൾ. എൻ്റെ ഏട്ടൻ അറിഞ്ഞൂടാ, എങ്കിലും ഇത് ഞങ്ങളുടെ കമ്പനി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ AK ആയത്. ഇപ്പം AKയുടെ കഥ പറഞ്ഞു കഴിഞ്ഞു.
ഇനി എൻ്റെ അച്ഛനെ നീ എന്തിനാ കൊന്നേന്ന് പറ. ആ കൊന്നു. ഇനി നീ ഏക്കയല്ല, ഇതിന് മുകളിലത്തെ പുലി കൊമ്പനായാലും വാസുദേവ ശങ്കർ പേടിക്കില്ലടാ. നിന്റെ തൊണ്ടയെ കൊല്ലാമെങ്കിൽ അതിന്റെ വിത്തായ നിന്നെയൊക്കെയും കൊല്ലാൻ വാസുദേവ ശങ്കറിന് നിമിഷ നേരം മതി, നിമിഷ നേരം. നീയും ഇവിടെ നിന്ന് ജീവനോടെ പോകത്തില്ല. ഞാൻ ചത്തിട്ടായാലും ഈ ഹോട്ടലിൽ ചുറ്റും എൻ്റെ 10,000 ആൾക്കാരുണ്ട്. അവരെയൊക്കെ കൊന്നിട്ടേ നിനക്ക് എൻ്റെ ശരീരത്തിൽ തൊടാൻ പറ്റും. പോട്ടെ. പോലീസ് അടിക്കാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇതെല്ലാം കടന്ന് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഉള്ള കോൺഫിഡൻസ് നിനക്കുണ്ടെങ്കിൽ ചെയ്തു കാണിക്ക്. അല്ലെങ്കിൽ നീ എന്നെ കൊന്നു കാണിക്ക്. അതെല്ലാം പോയിട്ടും നിന്റെ അച്ഛനെ കൊന്ന എങ്ങനെയാന്ന് നിനക്കറിയണം. പറഞ്ഞുതരാം. എൻ്റെ വീട്ടില് എൻ്റെ തന്തയ്ക്ക് ഉളുപ്പില്ല, എൻ്റെ അനിയന് ഉളുപ്പില്ല. അവളുടെ അടുത്ത് മിണ്ടി നിന്നെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഓണെന്ന വംശത്തിലുണ്ടായവനാ. എൻ്റെ അനിയത്തിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവൻ പടിപടിയായിട്ട് വളർന്നു, കോടികൾ സ്വത്തുണ്ടാക്കി. എല്ലാം പോട്ടെ, എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ എൻ്റെ അച്ഛനെ എന്നെ പടി ഇറക്കി വിട്ടിട്ട് അവനെ പിടിച്ചണച്ചു. അതൊക്കെ തന്നെയാ നിന്റെ തൊണ്ടയെ കൊല്ലാനുള്ള കാരണം. പിന്നെ ശിവ ഗ്രൂപ്പ് അതെനിക്ക് വേണമായിരുന്നു. കാരണം എൻ്റെ അനിയത്തി ഞങ്ങളുടെ അടുത്ത് വരുമെന്ന് വിചാരിച്ചു നിന്റെ തന്ത ചത്തു കഴിഞ്ഞു ആ സ്വത്തുക്കളെല്ലാം കൊണ്ട്. അപ്പോ അത് നോക്കുന്ന പേരിൽ അവളെ വീട്ടിൽ ഇരുത്തിയിട്ട് അതൊക്കെ ഏറ്റെടുക്കാന്നായിരുന്നു എൻ്റെ പ്ലാൻ. എൻ്റെ അല്ലേ ചോര. അവള് അവനേക്കാൾ തന്ത്രശാലിയാ. വന്നില്ല. നിന്നെയും നിന്റെ ബാക്കിയുള്ള സഹോദരങ്ങളെ ഇട്ട് അവൾ ഒറ്റയ്ക്ക് ജീവിച്ചു. അവ ഉണ്ടാക്കിയതിനേക്കാൾ 10 ഇരട്ടി അവൾ ഉണ്ടാക്കി. ഞങ്ങളെ കൊല്ലായിരുന്നതാ. ഇതിപ്പോ നീ അറിഞ്ഞ സ്ഥിതിക്ക് നീ ഇനി ഇവിടെ നിന്ന് ജീവനോടെ പോയാലും ഇല്ലെങ്കിലും എന്റെ അടുത്ത ടാർഗറ്റ് നിന്റെ തള്ള ഉണ്ടല്ലോ, എന്റെ അനിയത്തി ദേവിക ശങ്കർ. അവള് തന്നെയാ ദേവിക. അവള് ചത്താനെങ്കിലും നിന്റെയൊക്കെ മുത്തശ്ശൻ എന്നോട് അത് ഏറ്റെടുക്കാൻ പറയുമല്ലോ. ഓ, അഹങ്കാരം നല്ലപോലെ ഉണ്ടല്ലോ ശരീരത്തിൽ, അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ. വാസുദേവ ശങ്കറെ, കോൺഫിഡൻസ് ഒക്കെ നല്ലതാ, പക്ഷെ മൂഞ്ചിപ്പോവും എൻ്റെ മുമ്പ്. എൻ്റെ തന്ത പുലിയാണെങ്കിൽ ഞാൻ അതിൻ്റെ മണ്ടയില്ല. സ്വയം പൊഴുത്തുന്നല്ല, കാണിച്ചു തരാം. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം, മേ ബി നീ പറഞ്ഞ ശരിയായിരിക്കാം, നിൻ്റെ ചോരയായിരിക്കാം. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഭയങ്കര വാശിയാണ് അമ്മയ്ക്ക്. ഈ അമ്മയുടെ അച്ഛൻ്റെ സ്വഭാവം, അതായത് അമ്മയുടെ അച്ഛൻ്റെ നെഗറ്റീവ് സൈഡാണ് ഞാൻ. രണ്ടും ഒരുമിച്ചുണ്ടായ പുത്രൻ, അല്ലെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് കിട്ടിയൊരു പുത്രൻ. എൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരും പല സ്വഭാവം. കിച്ചുനെ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാശിയേട്ടൻ ഭയങ്കര പാവമാണ്. അതുപോട്ടെ. അപ്പോൾ നീ പറഞ്ഞു വന്നത് ഈ 10,000 ആൾക്കാരുടെ ഇടയിൽ നീ കയറിയിരുന്നിട്ട് അവരെയൊക്കെ തീർക്കാതെ, അവരൊക്കെ എന്നെ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലുന്നതിന് മുമ്പല്ലേ? അപ്പോൾ നിനക്ക് ഞാൻ ടൈം തരാം. ഇപ്പോൾ 4 o'clock. 4 o'clock. ഋഷി, നീ പുറത്തോട്ടോ, പുറത്ത് നിന്നാൽ മതി. ഞാൻ എല്ലാം തീർത്തിട്ടും വന്നേക്കാം. 4 o'clock ആയി. 4 o'clock തൊട്ട് 5:30 വരെ എനിക്ക് ടൈമുണ്ട്. ഇതിനകത്ത് എവിടെയാണെന്ന് വെച്ചാൽ നീ പോയിരുന്നു. നിൻ്റെ പടാളികളെല്ലാം തീർത്തിട്ട് ഞാൻ നിൻ്റെ അടുത്ത് എത്തിയിരിക്കും. നിന്നെ ക്ഷൂന്നും പറഞ്ഞ് വെടിവെച്ച് കൊന്നുമിരിക്കും, വാസുദേവ ശങ്കറെ. കാരണം ഞാൻ ശിവപ്രസാദിൻ്റെ മോനാണ്. അതിൻ്റെ ഗുണം ഞാൻ നിനക്ക് കാണിച്ച് തരണമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. നിന്റെ തന്ത ആണാണോ പെണ്ണാണോ എന്ന് നീ ഇപ്പൊ തെളിക്കും. അപ്പോ 5:30 വരെ അല്ലേ സമയം തന്നിരിക്കുന്നു. കാണാം. ഞാനങ്ങ് അകത്ത് കാണും. ബോയ്സ്, ഇവരൊക്കെ പുറത്തും. തീർത്തിട്ട് എൻ്റെ അടുത്ത് എത്താൻ പറ്റുമെങ്കിൽ നീ എത്തിക്കോ. അത് കഴിഞ്ഞ് നീ ഞാനുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരത്തില്ല. അങ്ങ് എത്തിക്കഴിഞ്ഞ
ഓൾ ദി ബെസ്റ്റ്. ശിവപ്രസാദിന്റെ മകനെ. படையினை திரட்டி வா, புருவங்கள் புடைக்கவே புழுதி பறக்க புலியும் நடக்க, எதிரிகள் பதை பதைத்திட என் முதல் அடி கொடுக்கவா. சிதற சிதற நீ சிதறி கிடப்ப, ஓ தொடர தொடர நீ தரையில் கிடப்ப. பொறுத்திருந்த காலம் கனிய வருது இப்போ நேரம். சிதற 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 சிதற. ജോണിൻ്റെ മെസ്സേജ് ആണല്ലോ. ടൈം ഒട്ടുമില്ല. தல தல எரிச்சிட பணியா வர இருடா பொருடா இருடா. அடிதடி இனி அடிதடி இது அடி பொருத்தவ பதிலடி பதிலடி இது பதிலடி இரு கரம் கொடுத்திடும் முதல் அடி. சிலர சிறு பிறக்குது சிலர திருப்புரி பறக்குது சிலர அதை படைத்திருக்குது சிலர சிலர சிலர. തോക്കൊക്കെ ഉണ്ടല്ലോ. അച്ചു എന്നൊന്നും ചെയ്യില്ലേ മോനെ, ഒരു അബദ്ധം പറ്റിയതാ. സോ സാഡ്. ഹാപ്പി ജേണി. അപ്പം ശരി, ബസ് വെച്ചാ എല്ലാം ഓക്കെ അല്ലേടാ? നമുക്കിറങ്ങിയാലോ? എന്തായാലും ഇത് പുറത്ത് വരാൻ പോകുന്ന AK ചെയ്തെന്ന് തന്നെയാണ്. അത് ഞാൻ തന്നെയല്ലേ ഈ കാണിക്കുന്നതല്ല. അപ്പോൾ സീനൊന്നുമില്ല, നീ ഇറങ്ങ്. എനിക്ക് വീട്ടിൽ പോകണം, അഗിയെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം വരെ പോകണം. അഗിയെ മാത്രമല്ല, റാമേട്ടനെ. നീ വാ, എന്നൊന്ന് വീട്ടിലാക്കിയിട്ട് നീ പൊക്കോ.
അല്ല അല്ല സാർ, അപ്പം അർജുൻ്റെ പ്ലാന്? അർജുൻ്റെ പ്ലാൻ എന്താ? തന്തയെ കൊല്ലാമെങ്കിൽ മോനെ കൊല്ലാൻ നിമിഷ നേരം മതി. പിന്നെ ഇന്ദ്ര, അവനെല്ലാം അവൻ്റെ വായി തന്നെ കേൾക്കണം, അർജുൻ്റെ. അത് എൻ്റെയും കൂടെ ഒരു വാശിയാണ്. വാശിയല്ല, എന്നാൽ മാത്രമേ ഇന്ദ്ര വിശ്വസിക്കൂ. അതിനു മുമ്പ് എനിക്ക് അഗിയെ കാണണം, കൂടെ റാമേട്ടനെ. നോക്കട്ടെ, നീ വാ, നമുക്കിറങ്ങാം. പിന്നെ ഈ അർജുൻ ഓടിയ അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഓടും. അതിൽ കൂടുതലൊന്നും അവന് ഓടാൻ പറ്റൂല. അവൻ അല്ലെങ്കിൽ ഇപ്പോൾ പെട്ട് കിടക്കടാ. അവനെ പിടിക്കാൻ അവൻ തന്നെ വല വിരിച്ച് തരും, ഇല്ലെങ്കിൽ അവനെ കൊണ്ട് നമ്മൾ വിരിപ്പിക്കും. അവൻ്റെ കിഡ്നാപ്പൊക്കെ കിഡ്നാപ്പിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ നമുക്കിറങ്ങാം, വാ. റാമേട്ടാ, ഏട്ടനെന്ത് ഇവിടെ നിൽക്കുന്നേ? കരഞ്ഞോ? എന്തു പറ്റി? ചെറുതായിട്ട്. ഞാനെല്ലാം ഇപ്പോഴറിഞ്ഞ്. ഇന്ദ്രയും ആദ്യമൊക്കെ കുറച്ചു മുമ്പേടെ എല്ലാം പറഞ്ഞത്. സിദ്ധു ഭയങ്കര കരച്ചില്ല. അവനെ റൂമിൽ കൊണ്ട് കിടത്തിയിട്ടാണ് വന്നത്. എടാ വാസുദേവ ശങ്കർ തീർന്നു. ഇനി പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ. വാസുദേവശങ്കർ തീർന്ന ആ പ്രശ്നം തീരുമെന്ന് റാമേട്ടന് തോന്നുന്നുണ്ടോ? അവന്മാർ പറഞ്ഞതിൽ റാമേട്ട അറിയാത്ത ചില കാര്യങ്ങളൂടെ ഉണ്ട്. ഇന്ദ്രനെ അന്ന് റേപ്പ് ചെയ്തത് അർജുൻ്റെ ഫ്രണ്ട്സാണ്. അത് അർജുനും അറിയാം. പക്ഷേ അർജുൻ അവരെ കൊന്നു. പക്ഷെ ഇതുവരെ അത് ഇന്ദ്രയോട് പറഞ്ഞില്ല. അതൊന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, ഞാൻ റാമേട്ടനെ പ്രണയിച്ച റാമേട്ടൻ എന്ത് പറയും? അനിയൻ ചേട്ടനെ പ്രണയിക്കുന്നു അല്ലേ? അതൊരു വിവരമില്ലായ്മയാണ്. അല്ല, മണ്ടത്തരം തന്നെയാണ്. അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാണും, സഹോദരങ്ങൾ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല. അർജുൻ വാസുദേവ ശങ്കറിന് ഇന്ദ്ര ദേവശങ്കറിനോട് പ്രണയം, ഒബ്സഷൻ അല്ല, ഭ്രാന്ത് ഒരു തരം. അവൻ സ്വന്തമാക്കേണ്ടതിനെ അവൻ്റെ കൂട്ടുകാർ സ്വന്തമാക്കിയതുകൊണ്ട് കൂട്ടുകാരെ കൊന്നു. അല്ലാതെ ഇന്ദ്രയുടെ മാനം മറ്റോമാരി പിച്ച് ചീന്തിയോണ്ടല്ല. ഇത് ഇന്ദ്രയ്ക്ക് അറിയത്തില്ല. ഇന്ദ്രയ്ക്കെന്ന് മാത്രമല്ല, അഗിക്ക് ഇന്ദ്രയ്ക്ക് ഇങ്ങനെ പറ്റിയെന്നറിയാം. പക്ഷേ ഇത് ചെയ്തത് അർജുനാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആദമിനെല്ലാം അറിയാം. പക്ഷേ അവൻ ഇത് നിങ്ങളോട് പറയാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ടെന്ന്. ഇതിപ്പോൾ ഞാൻ റാമേട്ടനോട് എന്തിനാ പറഞ്ഞതെന്ന് റാമേട്ടൻ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? പറയാം. റാമേട്ടാ, എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ പറയാൻ ഞാനന്ന് വർഷങ്ങളായിട്ട് നടക്കുന്നതെന്ന് റാമേട്ടന് നന്നായിട്ട് അറിയാം. ഈ വീട്ടിലുള്ള പലരും അറിയുന്നതിന് മുമ്പേ തന്നെ റാമേട്ടൻ എന്നെ പറഞ്ഞ് വിലക്കിയിട്ടുമുണ്ട്. പക്ഷെ ഞാൻ അത് കേട്ടിട്ടില്ല. കാരണം അച്ഛൻ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് റാമേട്ടനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇപ്പോൾ ഞാൻ അഗിയം കണ്ടിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എൻ്റെ പിറകെ റാമേട്ടൻ ഇറങ്ങണം. ജോൺ എൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ അഡ്രസ്സ് റാമേട്ടൻ്റെ വാട്സപ്പിൽ ലൊക്കേഷൻ സഹിതം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പിറകെ തന്നെ അവൻ്റെ അടുത്തോട്ട് പോകണം, ആ ലൊക്കേഷനിൽ. അവിടെ പോയി കിച്ചുവിനെ വിളിച്ച് സേഫായിട്ട് ഇവിടെ കൊണ്ടുവരണം. കിച്ചുവിനെ ഒന്നും പറ്റരുത്. കിച്ചുവിനെ സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വരുന്നത് വരെ, ഇൻ കേസ് ഞാൻ വരാതിരിക്കാം, കിച്ചുവിനെ നോക്കേണ്ടത് റാമേട്ടനാ. വേറെ ആരോടും എനിക്കിത് പറയാൻ തോന്നുന്നില്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞത് റാമേട്ടന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായ അച്ചുവേ. പക്ഷെ കിച്ചുവും ഇതൊക്കെ ആയിട്ട് എന്താ ബന്ധം? നമ്മളെ കൊച്ചെന്താ ചെയ്തേ? റാമേട്ട ഇതൊക്കെ എവിടെ കൊണ്ടാ കേട്ടെ?
എന്ന വ്യക്തിയുടെയും അർജുൻ എന്നവൻ്റെയും ഇടയിൽ ആര് വന്നാലും അവരെല്ലാം അർജുൻ കൊല്ലും. ഇപ്പോൾ അർജുൻ ചിന്തിച്ച് നോക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു നെടും തൂണായിട്ട് നിൽക്കുന്നത് എൻ്റെ അനിയനാണ് കിച്ചു. അതുകൊണ്ട് തന്നെ അർജുൻ പ്ലാൻ ചെയ്തേക്കുക കിച്ചുവിനെ തട്ടിക്കൊണ്ടുപോകാൻ. തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പേ തന്നെ കിച്ചുവിനെ അവൻ കൊല്ലും, അത് ഉറപ്പാണ്. ഞാൻ ചത്താലും എൻ്റെ അനിയൻ ചാവത്തില്ല. അതെൻ്റെ വാശി തന്നെയാണ്. വാശിയല്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഉണ്ടെന്ന് ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായി കാണും. അവനായിട്ട് വെളിയിൽ ഇറങ്ങിയില്ലെങ്കിൽ അവരായിട്ട് അവനെ ഇറക്കാൻ പലതും ചെയ്യും. ഇല്ലെങ്കിൽ അവർ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോകും, അതുറപ്പാണ്. അതിനു മുമ്പേ ഞാനിവിടെ നിന്ന് ഇറങ്ങി ആ സ്പോട്ടിൽ തന്നെ റാമേട്ടൻ പോയി അവനെ കൊണ്ടുവരണം. അതിന് ശേഷം ഞാൻ പോകുന്നുണ്ട് അവനെ കാണാൻ. ചിലപ്പോൾ അവനെ കൊന്നേക്കാം. എങ്കിൽ പോലും എൻ്റെ അനിയൻ്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാൻ നിങ്ങൾ സമ്മതിക്കരുത്. അത് മാത്രമേ എനിക്ക് റാമേട്ടനോട് ചോദിക്കാനുള്ളൂ, പറയാനുള്ളൂ. റിക്വസ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ വാണിംഗ് ആയിട്ടോ, അല്ലെങ്കിൽ ആജ്ഞാപനമായിട്ടോ എങ്ങനെ വേണോ റാമേട്ടനെടുക്കാം. പക്ഷേ അവനൊന്നും പറ്റരുത് റാമേട്ടാ. ഇല്ല ഇല്ല അച്ചു, എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അവനൊന്നും പറ്റില്ല. ഇത് ഞാൻ ദേവമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ഞാൻ പോയി കൊണ്ടുവരാം അവനെ. അത് കേട്ടാൽ മതി എനിക്ക്, വേറൊന്നും കേൾക്കണ്ട. എന്നാ ഞാൻ പോയി അഗീനെ ഒന്ന് കാണട്ടെ. ശരി റാമേട്ടാ. അമ്മേനെ കാശിയേട്ടനെയൊക്കെ നോക്കിക്കോണേ. നീ എന്താ എന്നെ ചിരിപ്പിക്കുകയാണോ അങ്കിത് ശിവപ്രസാദെ? അല്ലല്ലോ, എനിക്ക് നിന്നെ അറിയാച്ചു. നീ ശിവച്ചൻ്റെ ചോരയാ. നിന്നെ ഒന്നും ചെയ്യാൻ അർജുന് പറ്റില്ല. നീ പോകുന്ന പോലെ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ഇങ്ങനത്തെ പറച്ചിലൊന്നും വേണ്ട. അവരെ നീ തന്നെ തിരിച്ചു വന്നിട്ട് നോക്കിയാൽ മതി. ഇത് സാധാരണ കാര്യങ്ങൾ പോലെ അല്ല. പ്രണയം മൂത്ത് പ്രാന്താവിൻ്റെ അടുത്തോട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. അവ എന്തും ചെയ്യും. സമനില തെറ്റിയായിരിക്കാം ചിലപ്പോൾ അവ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഇവിടെ കയറത്തില്ല. അവൻ വിരിച്ച വലയിലോട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറാനാണ് പോകുന്നത്, എൻ്റെ അനിയന് പകരം. അതുകൊണ്ട് ഒരു ഉറപ്പുമില്ല. അച്ചു, ഇവൻ എന്താ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് ഒരു പിടിയുമില്ലല്ലോ ദൈവമേ. കർത്താവേ, ഒരു കുഴപ്പമില്ലാതെ എല്ലാം തീർന്നാ മതിയായിരുന്നു. അഗി, നീ വല്ലതും കഴിച്ചായിരുന്നോ? അച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ പോയല്ലേ? സാരല്ല, ശിവച്ചനെ കൊന്നിട്ടല്ലേ? ഞാൻ കഴിച്ചില്ല. നീ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിരിക്കായിരുന്നു. വാ വാ, നമുക്ക് പോയി കഴിക്കാം. ഞാൻ കഴിച്ചു പുറത്തുനിന്ന്. അഗി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നിൻ്റെ അച്ഛനെ കൊന്നത് നിനക്ക് വിഷമമുള്ള കാര്യമെന്ന് എനിക്കറിയാം. നിനക്ക് വിഷമം വരുമ്പോഴൊന്നും അഗി, എനിക്കറിയത്തില്ല എങ്ങനെ ഒരാളെ സമാധാനിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ എങ്ങനെയോ ഒരാൾ കരയുമ്പോൾ അയാളുടെ കൂടെ നിൽക്കുകയെന്നോ അറിയത്തില്ലെന്നും പറയാം. അതൊന്നും ചെയ്ത് പരിചയമില്ലെന്നും പറയാം.
ഇതെല്ലാം ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ പറയാം. അഗി, നമുക്ക് ഈ റിലേഷൻഷിപ്പ് നിർത്തിയാലോ എന്നല്ല, നിർത്താം. ഞാൻ ശരിയാവത്തില്ല, എനിക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല. അത് പറയാനാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. സോറി നിൻ്റെ ഫീലിങ്സ് വെച്ച് കളിച്ചതിന്, നിൻ്റെ അച്ഛനെ കൊന്നതിനും സോറി. അയാൾ ചാവേണ്ടതാ. എന്നാലും എനിക്കറിയാം ഒരാളുടെ അച്ഛൻ ഇനി എങ്ങനെ ഉള്ളവനായാലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പ്രേമമൊന്നും പറഞ്ഞിട്ടില്ല. ഒരാളെ കൂടെ നിൽക്കാനോ താങ്ങി പിടിക്കാനൊന്നും ഉള്ള ക്ഷമയൊന്നും അങ്കിതിനില്ല. Let's stop this fucking drama. I mean let's break this. ഇത് വേണ്ടാകി. ഞാനാ നിൻ്റെ അടുത്ത് അങ്ങോട്ട് വന്ന് നിന്നെ പ്രൊവോക്ക് ചെയ്തു. അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇതിവിടെ നിർത്തുന്നതാണ് നമുക്ക് നല്ലത്. ശരിയാവത്തില്ല. എന്നാൽ ശരി, എന്നാ ഞാനൊന്ന് പുറത്തു പോവാം. അച്ചു, നിന്നെ തമാശയല്ലല്ലോ അല്ലേ? ഇത്ര നേരം പറഞ്ഞതൊന്നും തമാശയല്ലല്ലോ. അവസാനം ഒന്നും തമാശയാന്ന് എൻ്റെ അടുത്ത് പറയരുത്. ഇത്ര നേരം നീ പറഞ്ഞത് കാര്യായിട്ടല്ലേ? തമാശക്കല്ലേ പറഞ്ഞ അച്ചു? എല്ലാം തമാശയല്ലേ? എല്ലാം തമാശക്ക് പറയാൻ എൻ്റെ തലയിലെന്താ ഓളമുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് വയ്യ ഇമ്മാതിരി ഡ്രാമയ്ക്കൊന്നും നിന്ന് തരാൻ. എനിക്ക് കരയണമെങ്കിൽ നീ ഒറ്റയ്ക്ക് നിന്ന് കരയാം. എനിക്ക് പുറത്തു പോയിട്ട് വേറെ ആവശ്യമുണ്ട്. ആൻഡ് ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. ഓക്കെ, ഇതിവിടെ തീർന്നു. ഇനി എൻ്റെ പുറകെ ഇതും പറഞ്ഞുകൊണ്ട് വരണ്ട, കേട്ടല്ലോ? അച്ചു, അയ്യോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എല്ലാം പോയി, എല്ലാരും പോയി. നീ കളയാൻ എനിക്ക് കാണണം അച്ചു. നീ അങ്ങ് ബ്രേക്കപ്പ് പറഞ്ഞ എല്ലാം തീരുമല്ലേ? ഇല്ല അച്ചു, അത് ഞാനുമായിട്ടുള്ള ഒന്നും വെറും ഒരു ബ്രേക്കപ്പിൽ നിനക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഹലോ, ആരാ? ഹലോ ഹലോ ഹലോ. അയ്യോ, വേണ്ട, ഒന്നും ചെയ്യണ്ട. എവിടെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഹലോ, ഞാൻ വരാം. ഹലോ. ഇല്ല, ഒന്നും ചെയ്യല്ല, ഒന്നും ചെയ്യല്ലേ. ആരാടാ കിച്ചുകുട്ടാ ഫോണില്? എന്താണ് പറ്റിയേ? എന്നതാ മോനെ? അത് ഒന്നുമില്ല ക്ലാരമ്മച്ചി മാറ്. എടാ ചെറുക്കൻ നിക്ക്. എന്റെ കർത്താവ് ഇത് എങ്ങോട്ട് ഇറങ്ങിപ്പോയത്?
ജോൺ എന്നോട് പറഞ്ഞതാണല്ലേ അവന് വെളിയിലോട്ട് വിടരുതെന്ന്. അങ്കിത പറയുന്ന കേൾക്ക്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും കൂടെ വരാം. അത് ഞങ്ങൾ നിന്നോട് വന്ന് പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അവനൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ചെറുക്കനാ. ഇന്ദ്രയ്ക്ക് വേണ്ടി സ്വന്തം തന്തേനെ വേണമെങ്കിലും അവൻ കൊല്ലും. അതെ അങ്കിത്, എന്തിനാ വെറുതെ എന്തിനാ ഇങ്ങനൊരു പ്ലാൻ? അതിൻ്റെ ഇടയിൽ കൂടെ അഗിയോടും കൂടെ അത് വേണ്ടായിരുന്നു, അത് കുറച്ച് കൂടിപ്പോയി. അല്ലെങ്കിൽ അഗി തകർന്നാ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഇത് വേണമായിരുന്നു. വേണം. പോകുമ്പോൾ എല്ലാം തീർത്തിട്ട് തന്നെ പോകണം, ഒന്നും ബാക്കി വെച്ചേക്കരുത്. അലച്ചിച്ചായം പറഞ്ഞതുപോലെ ചിലപ്പോൾ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനല്ലേ, തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ. അധികം നാളൊന്നും ആർക്കും എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ നമ്മളും തോറ്റു പോകൂലേ. ചിലപ്പോൾ അങ്ങനൊരു തോൽവി എനിക്ക് ചിലപ്പോൾ ഈ അർജുൻ്റെ കാര്യത്തിൽ സംഭവിച്ചാലോ. അതുകൊണ്ടാണ് എല്ലാം അവസാനിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അതാ അഗിയോട് സാരല്ല, ഇപ്പോഴാകുമ്പം കുറച്ച് കരഞ്ഞാൽ പോരെ. എനിക്കെന്തെങ്കിലും പറ്റിയാൽ അവ ഒരുപാട് വിഷമിക്കേണ്ടി വരത്തില്ലേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും എവനാണോ മാഫിയ അനാച്ചേനാന്ന്. പ്രണയം ചിലപ്പോഴൊക്കെ ചിലരെയൊക്കെ സ്വാർത്ഥരാക്കും. ഇപ്പോൾ അഗിയുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനായതുപോലെ, ആസിയുടെ കാര്യത്തിൽ ഇന്ദ്ര സ്വാർത്ഥനായതുപോലെ, ഇന്ദ്രയുടെ കാര്യത്തിൽ അർജുൻ ഇത്രയും സ്വാർത്ഥനായതുപോലെ, അല്ലെങ്കിൽ ആദമിൻ്റെ കാര്യത്തിൽ ഫിദ സ്വാർത്ഥയായതുപോലെ. അതങ്ങനെയാണ്. ചിലതൊക്കെ നല്ലതിനും ചിലതൊക്കെ അർജുനെയൊക്കെ പോലെ ചീത്തയ്ക്കുമായിരിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇനി നിങ്ങളായിട്ട് ഇത് വിഷ്ണുവിനെ വിളിച്ച് പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ. ഹായ് ആൻറ്റി, ഞാൻ പരിചയപ്പെടുത്തണ്ട, അറിയാം മോനെ, റാം മോനല്ലേ, എനിക്ക് എല്ലാവരെയും അറിയാം. എന്താ മോനെ പെട്ടെന്ന്, എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല ആൻറ്റി. ഞാൻ കിച്ചുവിനെ വിളിച്ചോണ്ട് വന്നതാ. അവനെവിടെ ആൻറ്റി? എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, പെട്ടെന്ന് കൊണ്ടുപോകണമായിരുന്നു. അവ എവിടെയാ? മോൻ അവനെ തിരക്കാണോ വന്നേ? ഞാനിപ്പോൾ ജോൺ മോനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തതേ ഉള്ളൂ. കൊച്ചൻ എൻ്റെ കോളിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ പോയി ചോദിച്ചു എന്താ മോനെയും ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല ക്ലാരാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഓടി. ഇപ്പോൾ ഓടിയതേ ഉള്ളൂ. അപ്പോഴത്തേനും കുറച്ച് നേരമായി. ഞാൻ ഇവിടെയൊക്കെ നോക്കി, ചുറ്റിനൊന്നുമില്ല, പുറത്തോ മുറ്റത്തോ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു പുറത്തെവിടെയെങ്കിലും നിൽക്കുമായിരിക്കുമെന്ന്. ഇടയ്ക്ക് ഇങ്ങനെ പറ്റിച്ചിട്ടൊക്കെ ഇറങ്ങി ഓടാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ കോമ്പൗണ്ടിലൊന്നുമില്ല. അടുത്ത ജംഗ്ഷൻ വരെ ഞാൻ പോയി നോക്കി, അവിടെയൊന്നുമില്ല. അത് പറയാനായിട്ട് ഞാൻ ജോൺ മോനെ വിളിച്ചപ്പോഴാണ് മോൻ വന്നത്. വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ എന്താ മോനെ? ഇങ്ങോട്ടിറങ്ങിയോ? ആരെ വിളിച്ചെന്നറിയോ ആന്റി? എന്തെങ്കിലും ആന്റിയോട് പറഞ്ഞായിരുന്നോ ആരെ വിളിച്ചെന്ന്? ഇത് നല്ല കഥ. എന്റെ കുഞ്ഞെ ഒന്നും പറഞ്ഞില്ല. മുഖവും പെരുക്കി വെച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇടയ്ക്കിങ്ങനെ പോവാറുള്ളതുകൊണ്ട് ഞാൻ കാര്യമാക്കിയതില്ല. എന്തേലും പ്രശ്നമുണ്ടോ മോനെ? അതുകൊണ്ടാണോ മോൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? പറയത്തൊക്കെ പ്രശ്നമൊന്നും ഇല്ല ആന്റി. എന്നാ ശരി ആന്റി, ഞാൻ ഇറങ്ങുമോ? ശരി.